മച്ചാമാരെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു അമേരിക്കൻ LED ട്യൂബ് ലൈറ്റുമായിട്ടാണ്. അതും DC-യിൽ വർക്ക് ചെയ്യുന്ന നല്ല പ്രകാശം ലഭിക്കുന്ന ഒരു അടിപൊളി ട്യൂബ് ലൈറ്റ്. 9 വാട്ടിൽ നിന്നുള്ള വെട്ടമാണ് നിങ്ങൾ കാണുന്നത്. അടിപൊളി വെട്ടമാണ്. നമ്മൾ വാങ്ങിയിരിക്കുന്നത് 1 അടി നീളവും 2 അടി നീളവുമുള്ള ട്യൂബ് ലൈറ്റാണ്. 12 വോൾട്ട് ലഭിക്കുന്ന ഏതൊരു ബാറ്ററിയിലും ഈ ഒരു ട്യൂബ് ലൈറ്റ് വർക്കാവും. നിങ്ങൾക്ക് സോളാറിൽ ഉപയോഗിച്ച് അടിപൊളി DC സെറ്റപ്പ് ഉണ്ടാക്കാനും ഈ ട്യൂബ് ഉപയോഗിക്കാം. മച്ചമാരെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. ഒരടിക്ക് 9 വാട്ടാണ് പറയുന്നത്, രണ്ടടിക്കാണെങ്കിൽ 15 വാട്ടും പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. പിന്നെ ഇതൊരു അലുമിനിയം ബോഡിയാണ്. സാധാരണ ട്യൂബാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഇത് അലുമിനിയം ബോഡിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ലൈഫ് ആ ഒരു LED ലഭിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പ്രോസോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് ആമസോണിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. എന്തായാലും ഇതിൻ്റെ ഒരു പർച്ചേസ് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും വില അറിയാൻ സാധിക്കും. Amazon.com-ലും ഈ ഒരു ലൈറ്റ് ലഭ്യമാണ്. Amazon.in-ലും നമ്മുടെ ഇന്ത്യയുടെ അതിന് ലഭ്യമാണ്. അതായത് ഇത് അമേരിക്കൻ ലൈറ്റ് തന്നെ ആവാനാണ് ചാൻസ്. ഇവർ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് വിൽക്കുന്നതായിരിക്കും. ഈ ഒരു കമ്പനിയുടെ അഡ്രസ്സിലും അമേരിക്കയുടെ അഡ്രസ്സ് എടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ ബാംഗ്ലൂർ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊളിച്ച് കഴിയുമ്പോഴേ 12 വോൾട്ടിൻ്റെ LED സ്ട്രിപ്പാണ് ഇതിനുള്ളിൽ കാണുന്നത്. പക്ഷേ 2 വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു LED സ്ട്രിപ്പ് ഇതിനകത്ത് ഒഴിവാക്കിയിട്ട് കത്തിക്കാം. അപ്പോൾ വെട്ടം പകുതിയാവും. എങ്കിലും നമുക്ക് വേണമെങ്കിൽ നല്ല ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും. 2 LED സ്ട്രിപ്പും ഒന്നിച്ച് കത്തുമ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു അലുമിനിയം ബോഡിയിൽ പിടിക്കാൻ പറ്റില്ല, അത്ര നല്ല ഹീറ്റ് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ഞാൻ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ 2 LED സ്ട്രിപ്പും തമ്മിൽ ഇവർ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. സംഭവമാണെങ്കിൽ പക്ക വർക്കിംഗ് ആണ്, ഒരു കുഴപ്പമില്ല. സാധാരണ LED സ്ട്രിപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു സംഭവങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ കൊടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളുടെ ലിഥിയം ബാറ്ററി പാക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നിലവിൽ 12.99 വോൾട്ട് ഇതിനകത്ത് ലഭ്യമാണ്. കുറേ LED ട്യൂബ് ലൈറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും DC-യിൽ വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ക്വാളിറ്റിയും നല്ല വെട്ടവും തരുന്ന ഒരു ട്യൂബ് ലൈറ്റ് ഇതാണ്. അടിപൊളി വെട്ടം കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മൾ വേറെ ഏത് ബ്രാൻഡിൽ നിന്ന് മേടിച്ചതിനേക്കാൾ കുറച്ചും കൂടെ പ്രൈസ് കൂടുതലാണ്. ഇതിന് വില ഏകദേശം ഒരു 450 രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ പല മോഡലിനും പല വിലയാണ്. എന്തായാലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. 2 ട്യൂബും കൂടെ ഒന്നിച്ച് കൊടുത്തിട്ട് ആംബിയർ ചെക്ക് ചെയ്യുമ്പോൾ 4 ആംബിയറിൽ മുകളിൽ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരടി വരുന്ന ട്യൂബിലേക്ക് കൊടുത്തു നോക്കാം. അവിടെ നമുക്ക് 1.38 ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് 2 അടി വരുന്ന ട്യൂബിലേക്ക് കൊടുത്തു നോക്കാം. അവിടെ നമുക്ക് 2.78 ഒക്കെ ആംബിയർ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെട്ടം കാണിച്ചു തരാം. കണ്ടോ, ഇത് 2 അടിയുടെ വെട്ടമാണ്. 2 അടി വാമ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് വെട്ടം കുറവാണ്. എങ്കിലും ഒരു വലിയ റൂമിൽ നല്ല അടിപൊളിയായിട്ട് പ്രകാശം ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ 1 ആണെങ്കിൽ കുറച്ച് വാമ് കുറവുള്ള ലൈറ്റാണ്. അതിനകത്ത് നിങ്ങൾ വെട്ടം കണ്ടാൽ ഞെട്ടിപ്പോവും. ഇതിൻ്റെ ഇരട്ടി വെട്ടം നിങ്ങൾക്ക് തോന്നും. ഇത് 1 ആണ്, പക്ഷേ നല്ല സൂപ്പർ വെട്ടമാണ്. കണ്ടോ, വെട്ടം കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ 2 കൂൾ വൈറ്റ് അല്ല, രണ്ടും ചെറിയ വാമാണ്. ഒരെണ്ണം കുറച്ച് കൂടി വാമ്, അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ലൈറ്റ് എങ്ങനെയുണ്ട്? ഈ ഒരു പ്രൈസ് കുറച്ച് കൂടുതലാവാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇമാതിരി ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന സാധനമുണ്ട്, ചിലപ്പോൾ പ്രൈസ് കൂടുതലായിരിക്കാം. സംഭവം എന്തായാലും കൊള്ളാട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ വെട്ടാണ്. ഒരു ഹീറ്റിംഗ് കുറച്ച് കൂടുതലാണ് അലുമിനിയം ബോഡി ആയതുകൊണ്ട്. പക്ഷേ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.